രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം എന്നു പറഞ്ഞു പറന്നു മറഞ്ഞത് അത്യുന്നതനായ സമ്പാദി വിഹായസ. സമ്പാദി ആകാശത്തിലൂടെ പറന്ന് മറഞ്ഞു. വിഹായസ ആകാശം, പക്ഷികൾ പറക്കുന്ന ഈ ആകാശം നമുക്ക് നല്ല പരിചയമുണ്ട്. ആ ആകാശത്തിലൂടെ പറന്ന് സമ്പാദി പോയി. അതതിൻ്റെ ലൗകികാർത്ഥം. ഇനിയോ ആ വിഹായസ് സൂക്ഷ്മലോകങ്ങളാണ്. സ്ഥൂല പഞ്ചഭൂത നിർമ്മിതമായ സ്ഥൂല ജഗത്താണിത്. ഇതിൻ്റെ വിഹായസ്, ഇതിനപ്പുറമുള്ളതായ സൂക്ഷ്മമണ്ഡലം, ഈ സ്ഥൂല ലോകം നിലനിൽക്കുന്ന ആകാശം, അത് ഭൂർലോകമാണ്. അതിനപ്പുറമുള്ളതായ അതിൻ്റെ ആകാശം കുറെക്കൂടി സൂക്ഷ്മമണ്ഡലം സ്വർലോകമാണ്. അതിനപ്പുറം മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം. അതിനപ്പുറത്ത് മഹാമായ, അതിനും അപ്പുറത്ത് പരമാകാശം. ഈ ആകാശങ്ങളെയെല്ലാം ഉൾക്കൊണ്ട് അനാദി അനന്തമായി നിറഞ്ഞു നിൽക്കുന്ന പരമാകാശം, നിർഗുണ നിരാകാര ബ്രഹ്മം. അവിടത്തേക്കുള്ള പറക്കയാണ് സമ്പാദി ചെയ്യുന്നത്. രാമനെ സേവിച്ചിട്ട് ജീവിതത്തിൻ്റെ പരമലക്ഷ്യം സമ്പാദി ഇതാ നേടുന്നു. അങ്ങനെ ഈ ഭൂലോകത്തിൽ നിന്നിട്ട് ഉയർന്നുയർന്നുയർന്ന് മോക്ഷമാർഗത്തിലൂടി പരമ വ്യോമത്തിൽ, പരമ ആകാശത്തിൽ എത്തിച്ചേരുവാനുള്ള മാർഗത്തിലേക്ക് അദ്ദേഹം ഉയർന്നുപോയി എന്ന അത്യന്തം അലൗകികമായ അർത്ഥം വരെ അതിൽ നിൽക്കുന്നു. അധ്യാത്മരാമായണത്തിലെ ഓരോ വരിക്കും അങ്ങ് ബ്രഹ്മതലത്തിലെത്തുന്നതായ അർത്ഥമുണ്ട്. നമ്മൾ വിചാരിക്കും പോലെ, പൊതുവിൽ കരുതുന്നത് പോലെ, വിശേഷിച്ചും പല നിരൂപകന്മാരും ശാസ്ത്രകാരന്മാരും ഒക്കെ ഇതിനെ ഒരു സാധാരണ കവിത പോലെ കണ്ടിട്ട് വ്യാഖ്യാനിക്കാനും അതിനെ നിരൂപണം നടത്താനും ഒക്കെ ശ്രമിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും നടത്തുന്നുണ്ട് അങ്ങനെയുള്ള നിരൂപണങ്ങൾ. അവരാരും ഇതിൻ്റെ ഹൃദയം അറിഞ്ഞിട്ടില്ല. ഈ അധ്യാത്മരാമായണം എത്ര ഔന്നത്യങ്ങളിൽ നിന്നാണ് വരുന്നത്, മുഴങ്ങിക്കേൾക്കുന്നത് എന്നവരാരും അറിഞ്ഞിട്ടില്ല. ആ അധ്യാത്മരാമായണത്തിൻ്റെ ഓരോ പദങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് അതിൻ്റെ മഹത്വം നാം അറിയുക. പലരുമാർക്ക് പുതിയ ഉന്മേഷമായി, വലിയ കരുത്തിൻ്റെ പ്രവാഹം മനസ്സിൽ, പ്രാണങ്ങളിൽ, ശരീരത്തിൽ. അവരുടനെ തന്നെ ഒരുമിച്ച് കൂടി അംഗദൻ്റെ നേതൃത്വത്തിൽ. എന്നിട്ട് അവരാലോചിച്ചു, ഇനിയിപ്പോൾ സമുദ്രം ചാടിക്കടക്കണം, ദേവി അവിടെയുണ്ട്, ദേവി ലങ്കയിലുണ്ട് എന്നറിഞ്ഞിരിക്കുന്നു. 100 യോജന അപ്പുറത്താണ് ലങ്ക. ഇവിടെ നിൽക്കുമ്പോൾ നേരെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നില്ല. പക്ഷേ അപ്പുറത്ത് ആ ഇരിക്കുന്ന ആ ദേവിയെ നേരിട്ട് കണ്ടു ആ സമ്പാദി. അപ്പോൾ ചാടിക്കടന്നാൽ നമുക്ക് അവിടെ എത്തി ദേവിയെ കാണാൻ കഴിയും. അതിനെന്താണ് മാർഗം? അംഗദൻ മർക്കട നായകന്മാരുടെ വലിയ സഭ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു, എത്രയും വേഗബലമുള്ള ശൂരന്മാർ, ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ, വളരെയേറെ പരാക്രമശാലികളാണ് നിങ്ങൾ, വളരെയേറെ വേഗതയുണ്ട്, വീരതയുണ്ട്, ശക്തിയുണ്ട്. അങ്ങനെയുള്ള വർദ്ധിച്ച തോതിലുള്ള പരാക്രമമുള്ളവരാണല്ലോ നിങ്ങൾ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് ഒരുവൻ ഈ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിൽ പ്രവേശിച്ച്, രാവണപാലിതമാണ് ലങ്ക, അവിടെ ഇപ്പോൾ സുരക്ഷാ സന്നാഹങ്ങൾ വളരെയേറെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രാവണൻ അറിയാം രാമൻ്റെ ദൂതന്മാർ ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരുമെന്ന്. അതുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരിടത്ത് കടന്നു ചെന്ന് ഏകനായി ദേവിയെ കണ്ട് ദേവിക്ക് രാമൻ്റെ സന്ദേശം എത്തിച്ച് രാമന് കൊടുക്കാനുള്ളതായ പ്രതിസന്ദേശവും വാങ്ങി തിരിച്ചു വരണം. അതിന് നിങ്ങളിൽ ആർക്ക് സാധിക്കും? നിങ്ങൾ പറയുക, 100 യോജന ചാടണം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചിത്തെ നിരൂപിച്ച് നിങ്ങളുടെ ബലം പ്രത്യേകം ഉച്യതാം ഉദ്യോഗപൂർവകം
നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര ബലമുണ്ട്, എത്ര ദൂരം ചാടാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്കറിയുമല്ലോ. അത് നിങ്ങൾ ഓരോരുത്തരും വളരെ കൃത്യമായിട്ട് പറയുക, വേഗം വേഗം പറയുക. അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ 1 യോജന ചാടാം, വേറൊരാൾ 10 യോജന ചാടാം, വേറൊരാൾ 20 യോജന ചാടാം. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ വിലവേഗങ്ങൾ പറയുകയാണ്. 50 ചാടാം, 60 ചാടാം, 70 ചാടാം, 80 ചാടാം, 90 ചാടാം, 100 ചാടാം, 99 വരെ ചാടാം. അതുവരെ വരെ എത്തി. അതുകൊണ്ട് കാര്യമില്ല, 100 ചാടണം. 99 ചാടിയാലും കടലിനുള്ളിലാണ്, 100 ചാടണം. അത് അക്കൂട്ടത്തിൽ ആരുമില്ല. ആ അവസരത്തിൽ ജാമ്പവാൻ പറഞ്ഞു, മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ഛന്നനായി 3 അടിയായി അളക്കും വിധവും. പണ്ട് മഹാവിഷ്ണു വാമനനായി അവതരിച്ചിട്ട് സർവത്ര നിറയുന്ന ഭീമാകാരമായ ഒരു ശരീരം സ്വീകരിച്ച് ത്രിവിക്രമനായിട്ട് ഈ ലോകത്തെ മുഴുവനും 14 ലോകങ്ങളെയും 3 അടിയായിട്ട് അളക്കുന്ന അവസരത്തിൽ എൻ്റെ യൗവനകാലമായിരുന്നു. അന്ന് ഞാൻ എന്ത് ചെയ്തു? യൗവനകാലെ പെരുമ്പറയും കൊട്ടി 37 വട്ടം വലതു വച്ചിടിനേൻ. ആ ത്രിവിക്രമനെ, 3 ലോകവും അളന്നു നിൽക്കുന്ന ത്രിവിക്രമനെ ഞാൻ പെരുമ്പറ കൊട്ടിക്കൊണ്ട് ദേവന്മാർ ജയിച്ച്, ദേവന്മാർ ജയിച്ച് എന്നിങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞ് പെരുമ്പറ മുഴക്കിക്കൊണ്ട് 21 തവണ ഞാൻ പ്രദക്ഷിണം ചെയ്തു. എങ്ങനെ? ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്ക് ചെയ്തേൻ. ദശമാത്രയാ, 10 മാത്ര കൊണ്ട്, 10 സെക്കൻഡ് കൊണ്ട് ആ ദാനവാരിയെ, രാക്ഷസന്മാരുടെ അസുരന്മാരുടെ ശത്രുവായിരിക്കുന്ന ആ മഹാവിഷ്ണുവിനെ ഞാൻ 21 തവണ പ്രദക്ഷിണം ചെയ്തു. അന്ന് ഞാൻ ചെറുപ്പമായിരുന്നു. കാലം ഏറെ കഴിഞ്ഞു പോയിരിക്കുന്നു. എൻ്റെ ശരീരമാകെ ജർജരിതമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ തന്നെ പോയി വരണം, എനിക്കിത്രയേ പറ്റൂ, എനിക്കിത് ചാടി 100 യോജന ചാടി അപ്പുറത്ത് പോകാൻ എനിക്ക് ശേഷിയില്ല ഇന്ന് എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും വൃത്രാരി പൗത്രനും ഉത്തരം വൃത്രാരി പൗത്രനും ചൊല്ലിനാൻ. ഇതിനുത്തരം വൃത്രാരിയുടെ പൗത്രനായിരിക്കുന്ന, ഇന്ദ്രൻ്റെ പൗത്രനായിരിക്കുന്ന അംഗദം പറഞ്ഞു, അങ്ങോട്ട് ചാടാം, എനിക്കെന്ത് നിർണയം, 100 യോജന ഞാൻ ചാടും, ഞാൻ ലങ്കയിലെത്തും. പക്ഷേ ഇങ്ങോട്ട് പോരുവാൻ ദണ്ഡമുണ്ടാകില്ല, ഇങ്ങോട്ട് പോരാം എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. അതുകൊണ്ടും കാര്യമില്ലല്ലോ, 100 യോജന ചാടി ലങ്കയിലെത്തി. തിരിച്ചു ചാടാൻ കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ ദേവിയെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ അറിയിക്കുക? അപ്പോഴേക്കും ജാമ്പവാൻ പറഞ്ഞു, അങ്ങ് ഒരിക്കലും ചാടാൻ പാടില്ല, 100 യോജന ചാടാൻ അങ്ങേക്ക് കഴിയും, തിരിച്ചു ചാടാനും കഴിയും. തിരിച്ചു ചാടാം എന്നുറപ്പില്ലെന്ന് അംഗദം പറഞ്ഞു. ജാമ്പവാൻ പറഞ്ഞു, ഇല്ല, തിരിച്ചു ചാടാനും കഴിയും, പക്ഷേ അങ്ങ് പോകാൻ പാടില്ല, അങ്ങ് ഞങ്ങളുടെ യുവരാജാവാണ്, അങ്ങ് ഒരിക്കലും ശത്രുവിൻ്റെ നഗരത്തിനുള്ളിലേക്ക് ഏകനായിട്ട് ചാടി പോകാൻ പാടില്ല. ഞങ്ങൾ അങ്ങയുടെ സൈനികരായിട്ടുള്ള ആളുകൾ, അങ്ങയുടെ ഭൃത്യന്മാർ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തൻ അവിടെ പോയിട്ട് വരിക എന്നത് മാത്രമേ ഉള്ളൂ, അങ്ങയെ പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. നോക്കണം, അറിവിൻ്റെ അക്ഷയഖനിയാണ് ജാമ്പവാൻ. എന്താണ് വേണ്ടത് എന്ന ഓരോ നിമിഷത്തിലും ഓരോ സന്ദർഭത്തിലും ജാമ്പവാൻ അറിയാം. അത് വേണ്ടും പ്രകാരം പ്രവർത്തിപ്പിക്കാനും അദ്ദേഹത്തിന് അറിയാം. എന്നിട്ട് അദ്ദേഹം സമുദ്രം ചാടിക്കടക്കാൻ ശേഷിയുള്ള ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് അദ്ദേഹത്തിനറിയാം. ആ ആളിൻ്റെ നേരെ തിരിഞ്ഞ് ചോദിക്കാണ്. ആ ആളൊന്നും മിണ്ടാതിരിക്കുക. എന്ത് ജഗൽപ്രാണനന്ദനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് ഏതും പറയാതെ? എന്താ, വായുവിൻ്റെ പുത്രൻ ആഞ്ജനേയൻ ഒന്നും മിണ്ടാതെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ അതിന് കാരണം എന്ന് ചോദിച്ചു. അല്ലയോ ആഞ്ജനേയ, അല്ലയോ മാരുതേ, നീ അറിയുന്നില്ലേ നീ ആരാണെന്ന്? നിന്റെ ബലത്തെ നീ അറിയുന്നില്ലേ, ഓർമ്മിക്കുന്നില്ലേ? ദാക്ഷായണി ഗർഭപാത്രസ്ഥനായ ഒരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. അങ്ങ് മഹാദേവന്റെ ബീജമാണ്. അങ്ങ് ദാക്ഷായണിയുടെ, പാർവതിയുടെ ഗർഭപാത്രത്തിൽ വളർന്നവനാണ്.
അത് കഴിഞ്ഞിട്ട് ലൗകിക രീതിയ അങ്ങയ്ക്ക് പിതാവായിട്ട് വായു ഭഗവാനുണ്ട്, മാതാവായിട്ട് അഞ്ജനയുമുണ്ട്. അവിടെ പിതാവായിട്ട് ലൗകിക രീതിയിൽ കേസരി എന്നുള്ള വാനരവീരനുണ്ട് പിതാവായിട്ട്. അങ്ങ് മഹാദേവന്റെ പുത്രനാണ് എന്നുള്ളത് അറിയണം. കേസരിയുടെ മകനാണ്, അഞ്ജനയുടെ മകനാണ്. എങ്കിലും മഹാദേവന്റെയും പാർവതിയുടെയും സന്താനമാണ് അങ്ങ് എന്നുള്ളത് അറിയണം. വേദാന്തത്തിന്റെ അത്യുന്നതമായ ഗൗരീ ശിഖരങ്ങളിൽ നിന്നുകൊണ്ടാണ് ജാംബവാൻ സംസാരിക്കുന്നത്. പരമമായിരിക്കുന്ന വേദാന്ത ദർശനമാണത്. അതാണ് ദാക്ഷായണി ഗർഭപാത്രസ്ഥനായ ഒരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ എന്ന് പറഞ്ഞുകൊണ്ട് ജാംബവാൻ ആഞ്ജനേയന്റെ ആ പരമമായിരിക്കുന്ന ശ്രേയസ്സിനെ വ്യക്തമാക്കുന്നത്. അച്ഛൻ മഹാദേവനാണ്, അമ്മ പാർവതിയുമാണ്. ഭൂലോകത്തിൽ കേസരിയും അതേപോലെ തന്നെ അഞ്ജനയും. ദേവലോകത്തിൽ വായു ഭഗവാനും വായു ഭഗവാന്റെ പത്നിയും. ഇതൊരു പരമമായ സത്യം, ശാസ്ത്രീയമായ സത്യം. വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അതിന് മണിക്കൂറുകൾ ഏറെ വേണം. അതറിയണമെന്നുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു അവസരം പറഞ്ഞു തരാം. യൂട്യൂബിൽ സത്യാനന്ദ സംസ്കൃതി എന്നൊരു ചാനലുണ്ട്. കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. കോവിഡ് ആരംഭിച്ചത് തൊട്ട് അത് പ്രവർത്തിക്കുന്നു മുടക്കമില്ലാതെ. അതിനകത്ത് ഗീതാഭാരതം എന്നുള്ളത് നടന്നു വരികയാണ്. ഇന്നും ഗീതാഭാരതത്തിൽ കേട്ടു. ഇനി 2-3 ദിവസം കൂടി കഴിയും. അത് കഴിയുമ്പോൾ സബ്ജക്റ്റ് ഒന്ന് മാറി യോഗയുടെ സബ്ജക്റ്റാവും 10 ദിവസം. അത് കഴിയുമ്പോൾ ഇത് തുടങ്ങും. നമ്മുടെ ഈ രാമായണ പ്രഭാഷണങ്ങൾ അതിൽ വരും. അതിലേക്ക് ആ യൂട്യൂബിലുള്ളതായ സത്യാനന്ദ സംസ്കൃതിയിലേക്ക് ചെല്ലണം. എൻ്റെ പേരടിച്ചാൽ കിട്ടും. പൂജപ്പുര കൃഷ്ണൻ നായർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് വരും. അതിൽ സത്യാനന്ദ സംസ്കൃതിയിൽ കയറിക്കഴിഞ്ഞാൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സ്ക്രോൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. ഏതാണ്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ വരുന്നുണ്ട് നിയോഗ കഥയുടെ തത്വം. മഹാഭാരതത്തെക്കുറിച്ചാണ് പറയണേ. ഭഗവത്ഗീതയുടെ തത്വങ്ങൾക്ക് കഥാരൂപം കൊടുത്തതാണ് വ്യാസൻ. മഹാഭാരതം എന്നാണ് അതിൽ സിദ്ധാന്തിച്ചിരിക്കുന്നത്. ഭഗവത്ഗീതയുടെ കഥാരൂപ വികസനമാണ് മഹാഭാരതം. അതിൽ ഗീതയുടെ ഓരോ ശ്ലോകത്തിൻ്റെയും മഹാഭാരത കഥാസന്ദർഭം കൃത്യമായിട്ട് എടുത്ത് കാര്യകാരണ സഹിതം യോജിപ്പിച്ച് കാണിക്കുന്നുണ്ട്. കുറച്ചേ ആയിട്ടുള്ളൂ, 1 വർഷമായി എങ്കിലും കുറച്ചേ ആയിട്ടുള്ളൂ. അതിൽ നിയോഗകഥ, മഹാഭാരതത്തിലെ നിയോഗകഥയെ വർണ്ണിക്കുന്ന ഭാഗമുണ്ട്. സബ് ടൈറ്റിൽ എഴുതിയിട്ടിട്ടുണ്ട് നിയോഗ കഥയുടെ തത്വം എന്നിങ്ങനെ. അത് കേട്ടാൽ മതി. ഗീതാഭാരതത്തിൽ, സത്യാനന്ദ സംസ്കൃതിയിൽ ഗീതാഭാരതത്തിൽ നിയോഗകഥയുടെ തത്വം സ്ക്രോൾ ചെയ്തെടുത്താൽ മതി. അതിലിത് കേൾക്കാം. അപ്പോഴാണ് ഇങ്ങനെ ശിവന്റെ മകനാണ് നീ, പാർവതിയുടെ മകനാണ് നീ എന്നൊക്കെ പറയുന്നതിൻ്റെ തത്വം വിശദമായി തീരുക. അങ്ങനെ ദാക്ഷായണി ഗർഭപാത്രസ്ഥനായ ഒരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ എന്നിങ്ങനെ ആഞ്ജനേയന്റെ ശക്തിയെ, കരുത്തിനെ ഉണർത്തുന്നു. അന്ന് നീ ഒരു കൊച്ചു കുഞ്ഞായിരുന്നപ്പോഴേക്കും നിനക്ക് വിശപ്പ് തോന്നി. എവിടെ ഭക്ഷണം കിട്ടും? നല്ല പഴങ്ങൾ വേണമല്ലോ. നോക്കിയപ്പോഴേക്കും കിഴക്ക് അങ്ങ് ചക്രവാളത്തിൽ ഒരു നല്ലൊരു പഴം നിൽക്കുന്ന കണ്ടു. സൂര്യൻ ഉദിച്ചു പൊന്തുന്നതായിരുന്നു. ഒരു പഴമെന്ന് തെറ്റിദ്ധരിച്ച് നീ അതിൻ്റെ നേരെ ചാടി. സൂര്യൻ അത് കണ്ട് ആകെ പരിഭ്രാന്തനായി. ഇന്ദ്രൻ ഉടനെ തന്നെ പാഞ്ഞെത്തിയിട്ട് തൻ്റെ വജ്രം പ്രയോഗിച്ചു. അത് നിന്റെ ഹനുവിൽ, താടിയെല്ലിൽ കൊണ്ടു. അങ്ങനെ നീ മോഹാലസ്യപ്പെട്ട നിലത്ത് വീണു. അപ്പോഴേക്കും വായു ഭഗവാൻ ദുഃഖത്തോടുകൂടി നിന്നെ എടുത്തുകൊണ്ട് പാതാളത്തിൽ പോയിരുന്നു. ലോകം മുഴുവൻ നിശ്ചലാകാൻ തുടങ്ങി. ദേവന്മാരെല്ലാവരും കൂടി ബ്രഹ്മാവിൻ്റെ സമീപത്ത് നിന്നു. ബ്രഹ്മാവും ദേവന്മാരും എല്ലാവരും കൂടി ഓടി പാതാളത്തിൽ ചെന്ന് നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു. ഒരു ദിവ്യാസ്ത്രവും നിന്നെ ഉപദ്രവിക്കില്ല എന്ന് ദേവന്മാരെല്ലാവരും നിന്നെ അനുഗ്രഹിച്ചു. ബ്രഹ്മാവ് അനുഗ്രഹിച്ചു. ബ്രഹ്മാസ്ത്രം പോലും നിന്നെ ഒരു പ്രകാരത്തിൽ ഉപദ്രവിക്കില്ല എന്ന്. അങ്ങനെ നീ പൂർണ്ണ ആരോഗ്യവാനായിട്ട് അവിടെ നിന്ന് മടങ്ങി വന്നു. വായു ഭഗവാന് സന്തോഷമായി.
നിന്റെ ഈ ബാല്യകാലത്തിലെ കുഞ്ഞായിരിക്കുന്ന അവസരത്തിൽ നീ കാണിച്ച ഈ പരാക്രമ കഥകളൊക്കെ നീ മറന്നുപോയോ? അല്ലയോ ആഞ്ജനേയ, നമ്മളെല്ലാം ഇങ്ങോട്ട് പുറപ്പെടുമ്പോഴേക്കും നിൻ കയ്യിലല്ലയോ തന്നത് രാഘവൻ അങ്കുലീയം, അതും എന്തിനെന്നോർക്ക നീ. രാമൻ നിന്നെയാണല്ലോ അരികിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് അങ്കുലീയം തന്നത്, ഞങ്ങളുടെ ആരുടെയും കയ്യിൽ തന്നില്ലല്ലോ. എന്തുകൊണ്ട് നിന്റെ കയ്യിൽ മുദ്രമോതിരം തന്നു? അതിന്റെ കാരണം എന്താണ്? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആഞ്ജനേയനോട് ഗുരുനാഥന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഗുരുനാഥൻ തന്നെയായ ജാംബവൻ പറയുകയാണ്, ഇത്തം വിധിസുതൻ ചൊന്ന നേരം. ഇങ്ങനെ ബ്രഹ്മാവിന്റെ പുത്രനായിരിക്കുന്ന ജാംബവാൻ പറയുമ്പോഴേക്കും വായുപുത്രനും മുഗ്ധായ സത്വരം പ്രീതനായി വായുപുത്രനായിരിക്കുന്ന ആഞ്ജനേയൻ കാര്യത്തോടു കൂടിയിട്ട് എണീറ്റു. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് എണീറ്റിട്ട് ബ്രഹ്മാണ്ടമൊന്നു കുലുങ്ങുമാറുന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ. ലോകം മുഴുവൻ കിടുങ്ങി വിറയ്ക്കത്തക്കവണ്ണം അതിശക്തമായിട്ട് സിംഹനാദം ചെയ്തു. എന്നിട്ടോ വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ. പണ്ട് കൃതയുഗത്തില് നാരായണൻ വാമനനായി അവതരിച്ച് എങ്ങനെയാണോ ലോകം മുഴുവൻ നിറയുന്ന ത്രിവിക്രമനായി വളർന്നത്, അതേ പ്രകാരത്തില് ആഞ്ജനേയനങ്ങ് വളർന്നു. എന്നിട്ട് ഭൂമിധരം പോലെ പർവ്വതം പോലെ ഉള്ള ആകാരത്തോട് രൂപത്തോടു കൂടിയവനായി അങ്ങ് ഉയർന്നു നിന്നു. എന്നിട്ട് പറഞ്ഞു, ലംഘനം ചെയ്ത് സമുദ്രത്തെയും, ഞാൻ ഈ സമുദ്രം ചാടിക്കിടക്കും, പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ, ഒരു നിമിഷം മതി, ലങ്കാപുരത്തെ ഞാൻ ചാമ്പലാക്കും, രാവണനെ കുലത്തോട് മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവനിപ്പോഴേ എന്ന് ആഞ്ജനേയൻ പറഞ്ഞു കരുത്തോടു കൂടിയിട്ട്. ഇതൊക്കെ എന്തുകൊണ്ട് തനിക്ക് ചെയ്യാൻ കഴിയുന്നു? രാമാങ്കുലീയം എൻ കയ്യിലുണ്ടാകയാൽ, രാമന്റെ മുദ്രമോതിരം എന്നിലുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ സമുദ്രം ചാടിക്കടന്ന് ലങ്കയെ ഭസ്മമാക്കി രാവണനെ വംശത്തോടൊപ്പം തീർത്ത് ദേവിയെ ഇങ്ങു കൊണ്ടുവരും. ആ ഉത്സാഹത്തിന്റെ ആധിക്യത്തിൽ നിന്നുകൊണ്ട് ആഞ്ജനേയന്റെ വാക്യം. അപ്പോഴേക്കും ജാംബവാൻ ഗുരുനാഥൻ ഇടപെടുകയാണ്. അതിന് കാരണമുണ്ട്. അതെല്ലാം വേദാന്ത ശാസ്ത്രമാണ്, സാധനയുടെ അധ്യാത്മ സാധനയുടെ ശാസ്ത്രമാണ്. അതൊന്നും വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ദേവിയെ കണ്ട് തിരികെ വരിക നീ, രാവണനോട് നിർത്തിയിടുവാൻ പിന്നെയാം. നീ നിന്നെ ഏൽപ്പിച്ച ജോലി മാത്രം ചെയ്താൽ മതി. ദേവിയെ കാണുക, ദേവിയെ കണ്ട് സന്ദേശം അറിയിച്ച് ദേവിയുടെ സന്ദേശവും വാങ്ങിക്കൊണ്ട് തിരിച്ചു വരിക. നിന്റെ പരാക്രമം കാണിക്കാനുള്ള അവസരമുണ്ട്, ആ സമയത്താകാം. ശ്രീരാമചന്ദ്ര മഹാപ്രഭു രാവണനെ സംഹരിക്കും. ആ അവസരത്തിൽ നിനക്ക് നിന്റെ പരാക്രമം മുഴുവൻ പ്രകടമാക്കാം എന്ന് ഗുരുനാഥനായിരിക്കുന്ന ജാംബവാൻ ആഞ്ജനേയനോട് പറഞ്ഞു. എന്നിട്ട് ജാംബവാൻ ആഞ്ജനേയനെ അനുഗ്രഹിച്ചു. എല്ലാ ദേവന്മാരും നിനക്ക് അരികിലുണ്ടാകും, നിനക്ക് യാതൊരു തടസ്സവും വരില്ല, പുഷ്കരമാർഗേണ പോകും, നിനക്കൊരു വിഘ്നം വരായിക, കല്യാണം ഭവിക്കതേ, ആകാശത്തിലൂടെ പോകുന്ന നിനക്കൊരു തടസ്സവും ഉണ്ടാവരുത്, നിനക്ക് മംഗളം ഉണ്ടാകട്ടെ, ദേവന്മാരെല്ലാം നിനക്ക് തുണയായി നിൽക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു, നീ പോകുന്നത് രാമന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ ആശീർവചനവും ചെയ്ത് അപ്പോഴേക്കും കവികളെല്ലാവരും അതേ പ്രകാരത്തിൽ രാമ 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 എന്ന് ഉറക്കെ ജപിച്ച് ആഞ്ജനേയന് ആ അനുഗ്രഹങ്ങൾ പ്രാർത്ഥനകൾ ഒക്കെ ശക്തിയായിട്ട് പകരുകയാണ്. അപ്പോഴേക്കും വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ. മഹേന്ദ്രപർവ്വതത്തിന്റെ മുകളിൽ ആഞ്ജനേയൻ കയറി നിന്നു. ഇത്തം പറഞ്ഞയച്ച ഒരു തത്തയും ബദ്ധമോദത്തോട് ഇരുന്നിതക്കാലമേ. ഇങ്ങനെ മഹാദേവൻ ദേവിക്ക് പറഞ്ഞു കൊടുത്തതായ കിഷ്കിന്ധാകാന്ഡ കഥ ആ കിളിമകള് പാടി. എന്നിട്ട് ഒരു നിമിഷം ആ കിളിമകൾ നിർത്തി. ഇത്തി അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാന്ഡം സമാപ്തം. പിന്നെ സുന്ദരകാന്ഡം തുടങ്ങുകയായി. ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. സകല ശുഗകുല വിമല തിലകിതകളേവരെ സാരസ്യപീയൂഷ സാര സർവസ്വമേ കഥയമമ കഥയമമ കഥകൾ അതിസാദരം കാകുത്സ്ഥലീലകൾ കേട്ടാൽ മതിവരാ. ഇങ്ങനെ
കിളിമകളോട് പ്രാർത്ഥിക്കുന്നു എഴുത്തച്ഛൻ. അപ്പോഴേക്കും കിളിമകള് മഹാദേവൻ പാർവതീദേവിക്ക് പറഞ്ഞു കൊടുത്തതായ ആ കഥ വീണ്ടും എങ്കിലോ കേട്ടുകൊള്ളുകെന്ന് അരുളി ചെയ്തു. അങ്ങനെ മഹാദേവൻ ദേവിയോട് പറഞ്ഞ ആ വാക്യം അതേപോലെ കേൾപ്പിച്ചുകൊണ്ട് സുന്ദരകാന്ഡ കഥ ആരംഭിക്കുന്നു. നാളെ രാത്രി 8:30 നമുക്കിതേപോലെ ഒരുമിച്ച് കൂടാം. എന്നിട്ട് പവിത്രമായിരിക്കുന്ന രാമകഥയിലൂടെ നമുക്ക് മുന്നേറാം. രാമനെ നമുക്ക് ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാം. നാളെ സുന്ദരകാന്ഡമാണ്. നാളെയും അടുത്ത 1-2 ദിവസങ്ങളിലും സുന്ദരകാന്ഡമായിരിക്കും. സുന്ദരകാന്ഡം ഈ രാമായണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഭാഗം പല കാരണങ്ങളാലും. അതിന് നമുക്ക് സാധിക്കട്ടെ. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.